അയോധ്യയിലെ രാമക്ഷേത്ര പരിസരത്തും പാഞ്ച് ക്രോസി പരിക്രമ യാത്രയുടെ ഭാഗമായ പ്രദേശങ്ങളിലും നോൺ വെജ് ഭക്ഷണ വിതരണം പാടില്ലെന്നാണ് UP സർക്കാരിന്റെ ഉത്തരവ്. നിയമലംഘനമുണ്ടായാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മേഖലയിലെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. നേരത്തെ ഇവിടങ്ങളിലെ ഇറച്ചിക്കടകൾ അടപ്പിച്ചിരുന്നു. പിന്നാലെയാണ് പുറത്തുനിന്ന് പോലും ഭക്ഷണം എത്തിക്കരുതെന്ന നിർദ്ദേശം കൂടി എത്തുന്നത്. രാമക്ഷേത്രത്തിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ നിയന്ത്രണമുള്ളത്. അവിടേക്ക് ഒരു തരത്തിലും നോൺ വെജ് ഭക്ഷണം എത്തിക്കാൻ പാടില്ല. സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകൾക്കും ആ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പാഞ്ച് ക്രോസി പരിക്രമ യാത്ര നടക്കുന്ന പ്രദേശങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകൾ മാംസാഹാരം വിതരണം ചെയ്യുന്നുണ്ടെന്ന് നാട്ടുകാരുടെ പരാതി ലഭിച്ചുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സഞ്ചാരികളായി എത്തുന്നവരാണ് ഇത്തരത്തിൽ ഭക്ഷണം വാങ്ങുന്നത്. അയോധ്യയിലെ ചില ഹോട്ടലുകളും ഹോം സ്റ്റേകളും അതിഥികൾക്ക് സസ്യാഹാരവും മദ്യവും വിളമ്പുന്നുണ്ടെന്നും പരാതി ലഭിച്ചിരുന്നു. അത്തരം സ്ഥാപനങ്ങൾക്കും നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അയോധ്യയെയും ഫൈസാബാദിനെയും ബന്ധിപ്പിക്കുന്ന 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ മദ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും വിൽപ്പന നിരോധിക്കാൻ 2025 മെയ് മാസത്തിൽ അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മദ്യവിൽപ്പന നിരോധനം നടപ്പിലായിരുന്നില്ല. അതേസമയം ഫൈസാബാദ് റോസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഇറച്ചിക്കടകൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അടപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നോൺ വെജ് എത്തിച്ചതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിന് കാരണമായിരിക്കുന്നത്.